ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ തമ്പനയിൽ കണ്ടിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നീക്കിയിട്ടുള്ളത്. ഗൈസ്, നമ്മളിന്ന് റീകോയിൽ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാർക്കുള്ള പ്രോബ്ലമാണ്, എനിക്കുള്ളൊരു പ്രോബ്ലമാണ്. അതിന് ചെറിയൊരു റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്നിലേക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഗൈസ്, നമ്മൾ റീകോയിലിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ട കുറച്ച് ഗൺസ് ഉണ്ട്. UMP, അതാണ് AK, ഡെസ്റ്റികൾ. ഇതിനൊക്കെ ഭയങ്കര റീകോയിലാണ്. പല ടൈമിലും പലർക്കൊക്കെ റീകോയിൽ കാരണം ഹെഡ് പോലും കയറാറില്ല. ചില സമയത്ത് എനിമിയുടെ ദേഹത്ത് പോലും ബുള്ളറ്റ് പോലും കൊള്ളാറില്ല. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ശരിയാക്കുക. സെൻസിറ്റിവിറ്റി കറക്റ്റ് ആയിരിക്കണം. അതൊക്കെ നിങ്ങളുടെ ഫയർ ബട്ടൺ. സെൻസിറ്റിവിറ്റി എങ്ങനെ ശരിയാക്കുന്നത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ റാമിനൊത്തിട്ട് വേണം നിങ്ങളുടെ സെൻസിറ്റിവിറ്റി വെക്കാൻ. റീകോയിലൊക്കെ നിങ്ങളുടെ തെറ്റുകൊണ്ട് ചില സമയത്ത് വരാം. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ചിലരൊക്കെ ഇങ്ങനെ പറയുന്ന അൺലോക്ക് ബട്ടൺ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ കണ്ടിട്ടുണ്ടാവും. ചിലരൊക്കെ ഷൂട്ട് ചെയ്യുന്നിടത്ത് ഈ ഒരു ബട്ടണിൽ തന്നെ ഞെക്കിക്കൊണ്ടിരിക്കും. ബട്ട് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റീകോയിൽ നിലത്തേക്ക് വരുന്നതായിരിക്കും ഹെഡും കയറുന്നത്. സോ നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തിട്ട് ആ ബട്ടനെ പിടിക്കാതെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ DB എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ അക്രോസി മൂവ്മെന്റ് സ്പീഡ് എല്ലാം കൂടുന്നതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ റീകോയിലിന്റെ പ്രശ്നവും മാറി കിട്ടും. ഈ ഒരു ക്യാരക്ടർ സ്കിൽ യൂസ് ചെയ്താൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റീകോയിൽ വരും. ഓക്കെ, അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. നിങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ മിസ്റ്റേക്കാണ് എയിം ലോക്ക്. നിങ്ങൾ കറക്റ്റായിട്ട് എയിം ലോക്ക് സെറ്റ് ചെയ്തായിരിക്കും എനിമീനെ ഫയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് റീകോയിൽ വരും. ഇത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും ലോങ് റേഞ്ചിൽ ഷോർട്ട് റേഞ്ചിൽ ഒരു എയിം ലോക്ക് വെച്ചിരിക്കണം. ലോങ് റേഞ്ചിൽ പറയുവാണെങ്കിൽ നിങ്ങൾ സാധാരണ എനിമിനെ കാണുമ്പോൾ തന്നെ റെഡ് ഡോട്ട് കാണിക്കും. അത് മാത്രം നിങ്ങൾ വെച്ചാൽ മതി ആ ഒരു എയിം ലോക്ക് ആയിട്ട്. പക്ഷേ ഷോർട്ട് റേഞ്ചിൽ അത് എയിം ലോക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് റീകോയിൽ ആവും. അപ്പോൾ ഷോർട്ട് റേഞ്ചിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളാണെങ്കിൽ എനിമിയുടെ റൈറ്റ് സൈഡിൽ എയിം ബട്ടൺ വെക്കുക. എന്നിട്ട് നിങ്ങൾ C ഷേപ്പിലുള്ള ഈ ഒരു ഡ്രാഗണല്ലോ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഷോർട്ട് റേഞ്ചിൽ ഈ ഒരു ഡ്രാഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് കുറച്ച് ദിവസം കളിച്ച് ശരിയാകുമ്പോഴത്തേന് സെറ്റ് ആവുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം പറയുന്നത് നിങ്ങളുടെ തെറ്റുമല്ല, എൻ്റെ തെറ്റുമല്ല, ഗൈസ് ഗരീനയുടെ തെറ്റുമല്ല. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്താലും ചില ഗൺസൊക്കെ റീകോയിൽ ആവാതെ തന്നെ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്.